കൊണ്ടുള്ള വട തയ്യാറാക്കാനായിട്ട് ഒരു മിക്സർ ജാറിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചിയും ജീരകവും കായവും മഞ്ഞൾപ്പൊടി പച്ചമുളക് ചുവന്ന മുളക് എന്നിവയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിനി നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി കുതിർത്തി വെച്ച വൻപയർ എടുക്കുക. ഇത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായി അരച്ച് പേസ്റ്റ് ആക്കാം. വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അല്പം അരിപ്പൊടി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വട ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കാൻ പറയുന്നത്. ഇനി കറിവേപ്പിലയും മല്ലിയിലയും അല്പം ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം ഇളക്കി നല്ല കട്ടിയുള്ള പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ഭാഗങ്ങൾ എടുത്ത് വടയുണ്ടാക്കി ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. രണ്ടു ഭാഗവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ഈവനിങ് സ്നാക്ക് ആയിട്ട് നമുക്ക് വിളമ്പാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വടയാണ്. വൻപയർ കൊണ്ട് നിങ്ങളും ഇങ്ങനെ ഒരു വട തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണ്. അപ്പോൾ ഈ ഒരു വട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.